Hi friends, welcome to Learn with This Media. We physics plus on improvement chapter based questions ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തത് നാലാമത്തെ ചാപ്റ്റർ, അതായത് മോഷന്റെ പ്ലെയിനിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. 2018 മാർച്ച് വരെ 2018 മാർച്ചാണ് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത് ആ സെയിം വർഷം തന്നെ ചോദിച്ചു, 2018 മാർച്ച് തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യനിൽ പറയുന്നത് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. നമുക്കറിയാം എന്താ പറഞ്ഞ, ഒരു സ്ട്രിങ്ങിന്റെ ഒരറ്റത്ത് ഒരു സ്റ്റോൺ കിട്ടുന്നു. എ സ്റ്റോൺ ടൈഡ് ടു ദ എൻഡ് ഓഫ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ് പറയുന്നു, ഒരു കയറെന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ ലെന്ത് എത്രയെന്ന് പറയുന്നുണ്ട്? 80 സെന്റിമീറ്റർ, 80 സെന്റിമീറ്റർ ലോങ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഓരോ എൻഡിൽ ഒരു കല്ല് കെട്ടി ഇത് നമ്മൾ കറക്കുന്നു. ഇതെങ്ങനെ കറക്കുന്നു? അപ്പൊ ഏതാണ്? സർക്കുലർ മോഷൻ ആണ്, യൂണിഫോം സർക്കുലർ മോഷൻ വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് പറയുന്നുണ്ട്. കണ്ടാ, ഇൻ എ ഹൊറിസോണ്ടൽ സർക്കിൾ വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ്. അപ്പൊ എന്താണ്? യൂണിഫോം സർക്കുലർ മോഷനിലാണ് ആ സ്റ്റോൺ എന്ന് പറഞ്ഞത്. ആപ്പഴ തന്നിട്ടുള്ളത് ആ സ്ട്രിങ്ങിന്റെ ലെന്ത്. അപ്പൊ ഇതാണ് സ്ട്രിങ് എന്ന് വിചാരിക്കുക. ഇവിടെ സ്റ്റോൺ ഇതെങ്ങനെ കറങ്ങുന്നു. അപ്പൊ ഇങ്ങനെ കറങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതാണ് സർക്കിൾ എന്ന് പറഞ്ഞ സർക്കിളിന്റെ റേഡിയസ് എന്തായി മാറും? ഈ സ്ട്രിങ് ആയി മാറും. അപ്പൊ ഈ സ്ട്രിങ്ങിന്റെ ലെന്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പൊ റേഡിയസ് തന്നിട്ടുണ്ട് 80 സെന്റിമീറ്റർ. മീറ്റർ ആക്കുക, 80 × 10⁻⁻² മീറ്റർ. അതെങ്ങനെയാ വരുന്നത്? സർക്കുലർ മോഷൻ കേട്ടാ. ഇതാണ് സ്ട്രിങ്, ഇവിടെ ഒരു കല്ലുണ്ട്, ഈ കല്ലാണ് കറങ്ങുന്നത്. അപ്പൊ ഈ സ്ട്രിങ്ങിന്റെ ലെന്ത് എന്തായിട്ട് മാറും? എന്തായിട്ടാ മാറുന്നത്? ആ സർക്കുലർ പാത്തിന്റെ റേഡിയസ് ആയിട്ട് മാറും. അത്രേ ഉള്ളൂ. അതിൽ എ പാർട്ട് എന്താ? What is the angle between velocity and acceleration at any instant of motion? അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചോണ്ട്, വെലോസിറ്റി എങ്ങനെയായിരിക്കും? ഇവിടെയാണ് നമ്മുടെ സ്റ്റോൺ എങ്കിൽ ടാൻജന്റ് വരച്ചാൽ ടാൻജൻഷ്യലായിരിക്കും വെലോസിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ്? ഒരു ടാൻജന്റ് വരയ്ക്കുക, ഇത് വെലോസിറ്റി. എന്താ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ? റേഡിയലി ഇൻവേഴ്സ്, അതായത് അകത്തേക്കാണ്, റേഡിയസിലൂടെ അകത്തോട്ടാണ്. അപ്പൊ ഇതല്ലേ പോയിന്റ്, ഇവിടുത്തെ റേഡിയസ് ഇതാണ്. ഇങ്ങനെയാണ് എന്ത് വരുന്നത്? ആക്സിലറേഷൻ വരുന്നത്. ഇവയ്ക്കിടയിൽ ആംഗിൾ എത്രയാണ്? ക്വസ്റ്റ്യൻ ആംഗിൾ എത്ര വരുന്നത്? 90. അപ്പൊ അതിൽ എ പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ? 90. എ പാർട്ട് 90. ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. അപ്പൊ യൂണിഫോം സർക്കുലർ മോഷനിൽ ആക്സിലറേഷനും വെലോസിറ്റി ഇടയ്ക്കും ആംഗിൾ എത്രയാണ്? 90 ആണ്. ഓക്കെ, അതായി 90 ഡിഗ്രി. അടുത്ത ബി പാർട്ട് എന്താ? ഇഫ് ദ സ്റ്റോൺ മേക്സ് 14 റെവല്യൂഷൻ ഇൻ 25 സെക്കൻഡ്. 14 പ്രാവശ്യം കറങ്ങുന്നുണ്ട്. എത്ര സമയം കൊണ്ട്? 25 സെക്കൻഡ് കൊണ്ട്. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ ഓഫ് ദ സ്റ്റോൺ? മാഗ്നിറ്റ്യൂഡ് കാണണം. ആരുടെ മാഗ്നിറ്റ്യൂഡ്? ആക്സിലറേഷൻ. നമ്മൾ എന്താ പേര് പറയുന്നത്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. യൂണിഫോം സർക്കുലർ മോഷനിലെ ആക്സിലറേഷൻ പറഞ്ഞ പേരാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. നമ്മളത് ക്ലാസ്സിൽ പറഞ്ഞതാണ്. കാണ ഫോമിൽ എന്താ? R⍵² ആണല്ലോ. പക്ഷെ നമുക്ക് ഒമേഗ അറിഞ്ഞൂടാ. അപ്പൊ ഒമേഗ കാണണം. എങ്ങനെയാ ഒമേഗ കാണുന്ന ഫോമില പറഞ്ഞത്? ആംഗിൾ ബൈ ടൈം. ആംഗിൾ എത്രയാണ്? ഒരു കറക്കമാണെങ്കിൽ 2π. ഒരു പ്രാവശ്യം കറങ്ങിയാൽ 2π. ഇവിടെ എത്ര പ്രാവശ്യം കറങ്ങുന്നു? 14 പ്രാവശ്യം. അപ്പം ടോട്ടൽ ആംഗിൾ എത്ര? 2π × 14 ഡിവൈഡ് ബൈ അതിനടുത്ത സമയം 25 സെക്കൻഡ്. അപ്പൊ R നമുക്കറിയാം 80 × 10⁻⁻² ഇൻറ്റു എന്താ വരുന്നത്? ഒമേഗയുടെ കാര്യം എത്ര? 2π × 14 എത്ര? 25. അതിന്റെ സ്ക്വയർ. നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യുക, ഒരു ആൻസർ കിട്ടും. യൂണിറ്റ് മറന്ന പോലെ റേഡിയൻ പെർ അല്ല, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അടുത്ത് ഇത് മൊത്തം 4 മാർക്കാണ്. അപ്പൊ 2018 തന്നെ ഏകദേശം ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻ, ഒരു വർഷം തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കാരണം 2018 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഫുൾ എന്തായിരുന്നു? ഈ മോഷനെ പിള്ളേരുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏകദേശം ആ ഒറ്റ വർഷം തന്നെ 10, 11, 13 മാർക്കിന് ഏകദേശം ഒരു ചാപ്റ്ററിന് ചോദിച്ചു. 13 മാർക്കിന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു വർഷം തന്നെ. അടുത്ത് സെയിം ഇയർ തന്നെ ചോദിച്ച 2018 മാർച്ച് തന്നെ ചോദിച്ചാണ്. അത് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ഈസ് പെർപെൻഡിക്കുലർ ടു ബി, എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ ഡോട്ട് ബി? എ ഡോട്ട് ബി എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് എ ഡോട്ട് ബി? എ ഡോട്ട് ബി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ബി
cos theta. Dot മാറി എന്ത് കൊടുക്കുക? cos theta കൊടുക്കുക. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നു എയും ബിക്കുള്ള ആംഗിൾ എത്രയെന്ന് പറയുന്നു? 90 എന്ന് പറയുന്നു. അതേപോലെ മനസ്സിലായി എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ് ആംഗിൾ 90. അപ്പൊ എന്താണ്? എ ബി കോസ് 90. കോസ് 90 വാല്യൂ എത്ര? 0. അപ്പൊ ആൻസർ എത്രയാണ്? 0 into എ ബി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 0. അപ്പൊ അതിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ എത്ര? എ പാർട്ടിന്റെ ആൻസർ എത്രയാണ്? 0. ഇതിലെ ബി പാർട്ട്. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് തന്നിട്ടുണ്ട്. എഫ് ഈക്വൽ ടു 3i പ്ലസ് 4j മൈനസ് 5k ന്യൂട്ടൺ എന്ന് പറയുന്നു. ഡിസ്പ്ലേസ്മെന്റ് ഡി തന്നിട്ടുണ്ട് 5i പ്ലസ് 4j പ്ലസ് 3k മീറ്റർ ആണ്. ഇതിനിടയ്ക്ക് ആംഗിൾ കാണണം. അപ്പൊ രണ്ട് വെക്ടേഴ്സ് തന്നിട്ട് ആംഗിൾ കാണാൻ ചോദിക്കുന്നതാണ്. നമ്മൾ വീണ്ടും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞാൽ അപ്പൊ എങ്ങനെയാ കാണുന്നത്? അപ്പൊ രണ്ട് വെക്ടേഴ്സ് തന്നിട്ട് ഐ ജെ കെ യൂണിറ്റ് വെക്ടേഴ്സ് തന്നിട്ട് എന്ത് കാണാൻ പറഞ്ഞാൽ ആംഗിൾ കാണാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് കാണേണ്ടത്. അതിന്റെ ബി പാർട്ടാണ്. നമ്മൾ എങ്ങനെ പഠിക്കുന്നത്? തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി മോൾ എന്ത് കാണാം? ഡോട്ട് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഇതെങ്ങനെയാണ് കാണേണ്ടത്? ഇതാണ് ഫോർമുല എന്ന് പറഞ്ഞത്. വലിയ പാടുള്ള ഫോർമുല ഒന്നുമല്ല, നമ്മൾ പഠിച്ച് നേരത്തെ വെച്ച് അതേ ഇക്വേഷൻ തന്നെ. എങ്ങനെ വന്നത്? എ ഡോട്ട് ബി നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? എ ബി കോസ് തീറ്റ അല്ലേ? ഇനി എയും ബിയും എന്താണ്? മാഗ്നിറ്റ്യൂഡ്. നമ്മൾ ആ സിമ്പിൾ കൊടുത്തില്ലെന്നേ ഉള്ളൂ. ഇവിടുന്ന് കോസ് തീറ്റ എങ്ങനെ കാണുന്നത്? ഈ എ ബി ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? എ ഡോട്ട് ബി ഡിവൈഡ് ബൈ എത്ര? എ ബി. ഈ എ ബി എന്നുള്ള മീനിങ് എന്താ? മാഗ്നിറ്റ്യൂഡ് ആണ്. ഈക്വൽ ടു കോസ് തീറ്റ. ഇവിടുന്ന് തീറ്റ കാണാൻ പറഞ്ഞാൽ കോസ് ഇപ്പുറത്ത് വരും, കോസ് ഇൻവേഴ്സ്. അങ്ങനെയാണ് ആ ഇക്വേഷൻ വരുന്നത് കേട്ടോ. ഈ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് പഠിക്കാന്നേ ഉള്ളൂ. അപ്പൊ ഇതില് ഫസ്റ്റ് വെക്ടർ എഫ് ആണ്. എഫ് തന്നിട്ടുണ്ട്. എന്തൊക്കെ തരുന്നത്? 3i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് മൈനസ് 5k യൂണിറ്റ് ഉണ്ട് ന്യൂട്ടൺ. അടുത്ത ഡിസ്പ്ലേസ്മെന്റ് 5i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് പ്ലസ് 3k ക്യാപ്പ്. അത് നമുക്ക് എന്തൊക്കെ വേണം ഇതിനകത്ത്? ആദ്യം ഡോട്ട് പ്രോഡക്റ്റ് വേണം, പിന്നെ ഇൻഡിവിജ്വൽ മാഗ്നിറ്റ്യൂഡ് വേണം. അപ്പൊ നോക്കി എങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് കാണുന്നത്? എഫ് ഡോട്ട് ഡി എളുപ്പമാണ്. ഡോട്ട് പ്രോഡക്റ്റ് കാണാൻ പറഞ്ഞാൽ ഐയുടെ കമ്പോണൻസ് മാത്രം ഇൻഡ്യൂ ചെയ്യുക. 3 into 5 15. ഐ ഡോട്ട് ഐ 1 ആണ് പോയത്, അത് നോക്കേണ്ട ആവശ്യമില്ല. പ്ലസ് അടുത്ത ജെയുടെ കമ്പോണൻസ് മാത്രം ഇൻഡ്യൂ ചെയ്യുക. 4 into 4 16. അടുത്ത് കെയുടെ കമ്പോണൻസ് മാത്രം ഇൻഡ്യൂ ചെയ്യുക. മൈനസ് 5 into പ്ലസ് 3 മൈനസ് എത്ര? 15. അപ്പൊ ആൻസർ എത്ര കിട്ടും? ഈ 15ഉം ഈ 15 ക്യാൻസൽ ആയി, ഇത് രണ്ട് ക്യാൻസൽ, ബാക്കി എത്ര? 16. യൂണിറ്റ് കണ്ടൊന്നും ആവശ്യമില്ല, ജസ്റ്റ് 16 എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എഫ് ഡോട്ട് ഡി ആയി, മുകളിലത്തെ ഡോട്ട് പ്രോഡക്റ്റ് ആയി. ഇനി ഇൻഡിവിജ്വൽ എന്ത് കാണണം? മാഗ്നിറ്റ്യൂഡ് കാണണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് കാണണം. എങ്ങനെ മാഗ്നിറ്റ്യൂഡ് കാണുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് നമ്മൾ പഠിച്ചു. എയുടെ മാഗ്നിറ്റ്യൂഡ് കാണാൻ പറഞ്ഞ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ ഇസഡ് സ്ക്വയർ. ഇക്വേഷൻ കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. എ എക്സ് എന്ന് പറഞ്ഞാൽ ഐയുടെ കൂടെ ഉള്ളത് നമ്പറിന്റെ സ്ക്വയർ ആണ് എ എക്സ് എന്ന് പറഞ്ഞാൽ 3 അല്ലേ? 3യുടെ സ്ക്വയർ പ്ലസ് അടുത്ത് ജെയുടെ കമ്പോണന്റിന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ ആണ് എ വൈ എന്ന് പറഞ്ഞ പ്ലസ് മൈനസ് 5ന്റെ സ്ക്വയർ. അപ്പൊ എത്ര കിട്ടുന്നത്? റൂട്ട് ഓഫ് 3യുടെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ എത്രയാണ്? 16, മൈനസ് 5ന്റെ സ്ക്വയർ 25. അപ്പൊ ആൻസർ എത്ര കിട്ടി? റൂട്ട് 50. മാഗ്നിറ്റ്യൂഡ് ആയി. ഇനി എന്ത് കാണണം? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി കാണണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി അങ്ങനെ കാണുന്ന റൂട്ട് ഓഫ് അത് സ്ക്വയർ റൂട്ടാ. ആദ്യം ഐയുടെ കൂടെ ഉള്ളതിന്റെ സ്ക്വയർ 5ന്റെ സ്ക്വയർ. 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ എഴുതാം. അടുത്ത ജെയുടെ കൂടെ ഉള്ളത് 4ന്റെ സ്ക്വയർ പ്ലസ് ഇവിടെ എന്താണ്? 3ന്റെ സ്ക്വയർ. റൂട്ട് ഓഫ് 5ന്റെ സ്ക്വയർ എത്ര കിട്ടും? 25 പ്ലസ് 4 സ്ക്വയർ 16, 3 സ്ക്വയർ 9. അത് ആൻസർ എത്ര കിട്ടും? റൂട്ട് 50. എല്ലാ വാല്യൂ ആയേ ജസ്റ്റ് എടുത്ത് കൊടുക്കുക. അപ്പൊ എന്താ കിട്ടുന്നത്? കോസ് തീറ്റ ഈക്വൽ ടു തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ്. ആദ്യം മോൾ എന്താ ചെയ്യേണ്ടത്? എഫ് ഡോട്ട് ഡി. ഞാൻ ഫോർമുല ചെയ്തതാണ്. എഫ് ഡോട്ട് ഡി താഴെ എന്ത് ചെയ്യണം? മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് എന്താണ്? ഡി. അപ്പൊ കോസ് ഇൻവേഴ്സ് എഫ് ഡോട്ട് ഡി എത്രയാണ് കിട്ടിയത്? 16
16 divided by root 50 into എത്ര root 50 റൂട്ട് അല്ലേ, രണ്ടും സെയിം റൂട്ട് അല്ലേ. അപ്പൊ എന്താ കിട്ടുന്നത്? റൂട്ട് 50 into root 50. ആ റൂട്ട് പോയി, ബാക്കി എന്താ കിട്ടും? cos inverse equal to 60/50 എന്ന് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ കട്ടിൽ ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് അടിച്ചു കൊടുത്താലും മതി കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് അടിച്ചു കൊടുക്കുക. എങ്ങനെയാണ് കാൽക്കുലേറ്റ് അടിക്കുന്നത്? ആദ്യം 16/50 കാണും. ആദ്യം എന്ത് കാണണം? 16/50 കാണണം. ഒരു ആൻസർ കിട്ടും. എന്നിട്ട് എന്താണ്? ഷിഫ്റ്റ് കോസ് തീറ്റ, അതിന്റെ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക? ഈ ആൻസർ കൊടുക്കുക. 16/50 കൊടുക്കുക. അത്രേ ഉള്ളൂ. കിട്ടുന്നത് 71.33 എന്ന് കിട്ടും. 71.33 എന്ന് കിട്ടും. നിങ്ങൾക്ക് ഇതിന്റെ ഡിഗ്രികളെ കൺവേർട്ട് ഒക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇത്ര എഴുതി വെച്ചാൽ മാത്രം മതി. 71.33 ഇത്രേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ആംഗിൾ കാണാൻ വേണ്ടിയുള്ള. അടുത്ത ക്വസ്റ്റ്യൻ, അത് മാർച്ച് 2018 തന്നെയാണ്. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ എ തന്നിട്ടുണ്ട് ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ്, ബി തന്നിട്ടുണ്ട് ഐ ക്യാപ്പ് മൈനസ് ജെ ക്യാപ്പ്. ഇതിനിടയ്ക്കുള്ള ആംഗിൾ എത്രയെന്നാണ് ഓപ്ഷൻസ് വേണ്ട കേട്ടോ. 45, 90, 60, 180. അത് പെട്ടെന്ന് കിട്ടും, അതുകൊണ്ടാണ്. അപ്പൊ എന്താ തന്നിട്ടുള്ളത്? എ ഐ ക്യാപ്പ് മൈനസ് എന്താണ്? ജെ ക്യാപ്പ്. ബി അല്ല, ഐ ക്യാപ്പ് പ്ലസ് ആണ്. ബി എന്താണ്? ഐ ക്യാപ്പ് മൈനസ് എന്താണ്? ജെ ക്യാപ്പ്. ഒന്ന് പ്ലസ് ഒന്ന് മൈനസ്. തീറ്റയിലെ കാണേണ്ടത് എങ്ങനെ കാണുന്നത്? കോസ് ഇൻവേഴ്സ്. എന്താ ഫോർമുല? എ ഡോട്ട് ബി വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡ് ബൈ എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. പെട്ടെന്ന് ആൻസർ കിട്ടും. എ ഡോട്ട് ബി അല്ലേ, ഒറ്റ സ്റ്റെപ്പ് ചെയ്യുന്നു. എ ഡോട്ട് ബി എന്താ? എ ഡോട്ട് ബി എന്ന് പറഞ്ഞ ഇവിടെ നോക്കി, ആദ്യം ഐയുടെ കമ്പോണൻസ് ഇൻഡ്യൂ ചെയ്യുക. ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. 1 into 1. അപ്പൊ എന്താ കിട്ടുന്നത്? ഞാൻ സൈഡിൽ ചെയ്യാം. എ ഡോട്ട് ബി 1 into 1 എത്ര? 1. അടുത്ത് 1 into -1. 1 into -1 എത്ര? -1. അപ്പൊ ആൻസർ എത്ര കിട്ടി? 0 കിട്ടി. അവിടെ വെച്ചാൽ ആൻസർ പറയാം. മുകളിൽ 0 ആയിട്ട് പോയേ. മുകളിൽ 0 ആണെങ്കിൽ ഇവിടെ എത്ര? 0. വേറെ താഴത്ത് കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ മുകളിൽ 0 ആണെങ്കിൽ 0 എന്ത് ചെയ്താലും എത്ര ആൻസർ കിട്ടും? 0 കിട്ടും. അപ്പൊ കോസ് ഇൻവേഴ്സ് 0 കാൽക്കുലേറ്റ് അടിച്ചു നോക്കുക. കോസ് തീറ്റയുടെ ഏത് വാല്യൂലാണ് 0 വരുന്നത്? എത്രയാണ്? 90 ആണ്. കോസ് 90 ആണ് 0 ആയിട്ട് പോകുന്നത്. അപ്പൊ ആൻസർ എത്ര? 90. അടുത്ത ക്വസ്റ്റ്യൻ, ദ പാരലോഗ്രാം ലോ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ റിസൾട്ടന്റ് ഓഫ് 2 വെക്ടേഴ്സ്. നമുക്ക് അറിയാവുന്ന കേസാണ്. പാരലോഗ്രാം ഉപയോഗിക്കുന്നത് എന്താണ്? 2 വെക്ടേഴ്സിന്റെ റിസൾട്ടൻ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അറിയാം. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ഓഫ് 2 വെക്ടേഴ്സ് ഇൻ ടേംസ് ഓഫ് their magnitude and angle between them. ഇത് 4ാമത്തെ പ്രാവശ്യം എന്നാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഏത് ഡെറിവേഷനാ? r equal to root of a square plus b square plus 2ab cos theta. ആ ഡെറിവേഷനാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ 2018 ഇവിടെ ഒരു 5 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിൽ ചില ക്വസ്റ്റ്യൻസ് ഈ ഐ പ്ലസ് ജെ എനിക്ക് തോന്നുന്നു ക്രിസ്മസ് എക്സാം ചോദിച്ചാൽ കേട്ടോ. ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് കൂടെ ചേർത്തിട്ടുണ്ട് ഇതിനകത്ത് കേട്ടോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ഇംപ്രൂവ്മെന്റ് ചോദിച്ചു. 2017 ഇംപ്രൂവ്മെന്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഫസ്റ്റ് എന്താ പറഞ്ഞത്? എ പ്രൊജക്ടൈൽ ഈസ് എനി ബോഡി that is given an initial velocity and follows a path determined entirely by the effect of gravitational acceleration and air resistance. വേറെ ഒന്നുമല്ല പറഞ്ഞത്. എന്താ പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയാണ്. ഒരു ബോഡിക്ക് എടുത്ത പേരാണ്. എന്താ പ്രത്യേകത? നമ്മൾ അതിനെടുത്ത് എറിയുന്നു. എറിയുക എന്ന് പറഞ്ഞാൽ അതിനെന്ത് കൊടുത്തു? ഇനിഷ്യൽ വെലോസിറ്റി കൊടുത്തു. പിന്നെ അത് മൂവ് ചെയ്യുന്നത് ആരുടെ ഇൻഫ്ലുവൻസിൽ മാത്രമാണ്? ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ മാത്രമാണ്. അവിടെ ആരൊക്കെയാ ഉള്ളത്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്, പിന്നെ എയറിന്റെ റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് നെഗ്ലക്ട് ചെയ്യാറുണ്ട്? എയറിന്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? നെഗ്ലക്ട് ചെയ്യും. അവിടെ ഗ്രാവിറ്റിയാണ് കൂടുതൽ വരുന്നത്. അതാണ് ഡെഫിനേഷൻ ആണ് പറയുന്നത്. നമുക്കത് വേണ്ട. എ എന്താണ്? ദ പാത്ത് ഓഫ് പ്രൊജക്ടൈൽ ഈസ്, എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്, പാരബോള. അടുത്ത ബി പാർട്ട് എന്താ? ഡിറൈവ് an expression for time to reach maximum height and hence the time of flight of projectile. 2 കാര്യമുണ്ട്. ഒന്ന്, മാക്സിമം ഹൈറ്റ് എത്താനുള്ള എന്ത് കാണണം? ടൈം കാണണം. രണ്ടാമത്തത് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് ഡെറിവേഷൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടൈം ഓഫ് ഫ്ലൈറ്റ് ഡെറിവേഷൻ എഴുതുക. എഴുതിട്ട് അതിന്റെ ഹാഫ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? മാക്സിമം ഹൈറ്റ് എത്താനുള്ള ടൈം കിട്ടും. അത്രേ ഉള്ളൂ. നമ്മൾ പഠിച്ചത് എന്താണ്? ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞത്. ഇവിടെ നിന്ന് ഇവിടെ എത്താനുള്ള സമയമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ആ ഡെറിവേഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കെ. എന്നിട്ട് അതുപോലെ എഴുതി വെച്ചിട്ട് അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ എത്താനുള്ള ടൈമാണ് വേണ്ടത്.
ഇവിടെ എത്തണം ടൈം എത്രയായിരിക്കും? മറ്റേ ഹാഫ് ആയിരിക്കും. അതപ്പോ എങ്ങനെയാ കാണുന്നത്? ടൈം ഓഫ് ഫ്ലൈറ്റ് ഉള്ള ഫോമുല എന്താണ്? ഇത് ഡിറൈവ് ചെയ്യണേ. ഡിറൈവ് ചെയ്യണം 2u sin θ ഡിവൈഡ് ബൈ g. നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. ആ ഡെറിവേഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കയറി നോക്കിയാൽ ലിങ്ക് എന്ത് ചെയ്യാം, അറ്റാച്ച് ചെയ്യാം ഇതിന്റെ അകത്ത്. ഇതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടെ എത്താനുള്ളതാണ്. അത് ഡിറൈവ് ഉണ്ട്. അതിന്റെ കൂടെ എന്തുണ്ട്? ഇവിടെ നിന്ന് ഈ മാക്സിമം ഹൈറ്റ് മാക്സിമം പോയിന്റിൽ എത്താത്ത ടൈം കാണണം. അത് എത്രയാ? ഇതിന്റെ പകുതിയാണ്. അപ്പൊ അത് ഞാൻ സ്മോൾ ടി എടുക്കുകയാണ്. ടി വെച്ച് നോക്കാം. ടൈം ടേക്കൺ ടു റീച്ച് എന്ന മാക്സിമം ഹൈറ്റ് അത് എങ്ങനെ കാണുന്നത്? ഇതിന്റെ പകുതി എത്ര? 2u sin θ by g. അതിന്റെ എന്താണ്? പകുതി. അപ്പൊ ആര് ക്യാൻസൽ? 2 2 ക്യാൻസൽ. എത്ര കിട്ടി? u sin θ by എന്ത് കിട്ടി? g കിട്ടി. അത്രേ ഉള്ളൂ. അപ്പം ഇത് ഡിറൈവ് ചെയ്യണം കേട്ടോ. ഡിറൈവ് ചെയ്തിട്ടാണ് എടുത്തത്. 3 മാർക്ക് ക്വസ്റ്റ്യൻ. അടുത്ത് അതിന്റെ സി പാർട്ട് ഒരു പ്രോബ്ലം ആണ്. എ ബേസ്ബോൾ ലീവ്സ് എ ബാറ്റ് വിത്ത് ആൻ ഇനിഷ്യൽ സ്പീഡ് ഓഫ് 37 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം സ്പീഡ് വന്നിട്ടുണ്ട് 37 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അറ്റ് എൻ ആംഗിൾ ഓഫ് 53.1 ഡിഗ്രി ആംഗിൾ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ ബോൾ വെൻ t ഈക്വൽ ടു 2 സെക്കൻഡ്. ബ്രാക്കറ്റിൽ പറയുന്നു ബേസ്ബോളിനെ പ്രൊജക്റ്റൽ ആയിട്ട് എന്ത് ചെയ്യാ ട്രീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ജിയുടെ വാല്യൂ പറയുന്നു 9.8. അപ്പൊ നമ്മള് ഇത് റെയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് നമ്മൾ സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല. അതായത് സ്ഥിരമായി കാണാൻ പറയുന്നത് മാക്സിമം ഹൈറ്റോ ടൈം ഓഫ് ഫ്ലൈറ്റോ ഹൊറിസോണ്ടൽ റേഞ്ചോ ആണ്. അതിന്ന് വിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാ ക്വസ്റ്റ്യൻ എളുപ്പമാണ്, പക്ഷെ സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല. നമ്മൾ വിട്ടുപോകുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് എവിടെയാണ് ചോദിച്ചത്? ഇംപ്രൂവ്മെന്റിനാണ് ചോദിച്ചത്. അപ്പൊ എങ്ങനെയാണ് പൊസിഷൻ അല്ലേ കാണേണ്ടത്? പൊസിഷൻ നമ്മുടെ പ്രോജക്റ്റിലെ വീഡിയോ കണ്ടാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൊസിഷൻ വെർട്ടിക്കൽ പൊസിഷൻ വേണ്ടത്. അത് നമ്മൾ y എന്ന് എടുക്കാം. അത് എങ്ങനെയാണ് കാണുന്നത്? u sin θ മൈനസ് ഹാഫ് gt സ്ക്വയർ. വീഡിയോ കാണാത്തവർ കയറി കാണുക. അവിടെയൊക്കെ ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ഇക്വേഷൻ വന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതില് പൊസിഷൻ ആണ് y എന്ന് പറഞ്ഞത് കാണണം. u തന്നിട്ടുണ്ട്. u എത്രയെന്ന് പറയുന്നത് ഓൾറെഡി ഇനിഷ്യൽ വെലോസിറ്റി 37 ഇൻറ്റു സൈൻ തീറ്റ. തീറ്റ എത്രയാണ്? 53.1 തീറ്റ മൈനസ് ഹാഫ് ജി എത്ര എടുക്കാൻ പറയുന്നു? 9.8. ടി പറയുന്നുണ്ട് 2 സെക്കൻഡ് 2 സ്ക്വയർ. എല്ലാം തന്നിട്ടുണ്ട്. യു തന്നിട്ടുണ്ട് 37 മീറ്റർ പെർ സെക്കൻഡ്. തീറ്റ തന്നിട്ടുണ്ട് 53.1 ഡിഗ്രി. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ജി 9.8 എടുക്കാൻ പറയുന്നു. ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. ടൈം എത്രയെന്ന് പറയുന്നു? 2 സെക്കൻഡ്. എല്ലായിടത്തും കൊടുത്തു. അപ്പൊ എന്താ കിട്ടുന്നത്? 37 ഇൻറ്റു സൈൻ 53.1 ഡിഗ്രി. വാല്യൂ എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് 0.799 എന്ന് കിട്ടും. 0.799 എന്നൊക്കെ ഉണ്ട്. 3 മതി. മൈനസ് എന്താ ഇവിടെ നിന്ന് ഒരു 2 കട്ട് ചെയ്തേ. 2 സ്ക്വയർ എന്ന മീനിങ് എന്താ? 2 × 2 എന്നല്ലേ? ഒരു 2 കട്ട് ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? ബാക്കി ഇവിടെ 2 × 9.8 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 19.6 എന്ന് കിട്ടും. ചെയ്ത് നോക്കണേ. ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 19.6 എന്ന് കിട്ടും. ഇവിടെ എത്രയാ? 37 ഇൻറ്റു നമ്മൾ 0.7996. 37 ഇൻറ്റു ആ വാല്യൂ. അതിൽ നിന്ന് എത്ര മൈനസ് ചെയ്യണം? 19.6 മൈനസ് ചെയ്യണം. ഫൈനൽ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 9.988. യൂണിറ്റ് എന്താണ്? മീറ്റർ. പൊസിഷന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. ഓർത്തിരിക്കട്ടാ. ഇതൊക്കെ ഇംപ്രൂവ്മെന്റ് ആണ്. സ്ഥിരമായ റെയർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. 1-2 റെയർ ക്വസ്റ്റ്യൻ ചോദിക്കും, പക്ഷെ അത് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മളെ വീഡിയോസ് എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ ഫുൾ ആയിട്ട് പഠിക്കുക, കവർ ചെയ്ത് പഠിക്കുക. പ്രത്യേകിച്ച് ഈ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന ടോപ്പിക്ക് അത് എന്ത് വേണോ ക്വസ്റ്റ്യൻ ചോദിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസറും നമ്മൾ ഫസ്റ്റ് വീഡിയോ പ്രൊജക്റ്റൈലിന്റെ മെയിൻ പോയിന്റ്സ് പറഞ്ഞപ്പോൾ എല്ലാം പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കയറി കണ്ടിട്ടുള്ളത് കാണാൻ വേണ്ടി. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തെന്ന് പറഞ്ഞാൽ 2017 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ്. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കാം. റിലേറ്റഡ് ടു യൂണിഫോം സർക്കുലർ മോഷൻ. ഫസ്റ്റ് എന്താ? ദ ആക്സിലറേഷൻ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ടാൻജൻഷ്യൽ ടു ദ സർക്കിൾ. തെറ്റാണ്. ആക്സിലറേഷൻ ഡയറക്ഷൻ എന്തല്ല? ടാൻജൻഷ്യലി അല്ല, വെലോസിറ്റി ആണ് ടാൻജൻഷ്യൽ. അടുത്തെന്താ? ദ ആക്സിലറേഷൻ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ഡയറക്റ്റഡ് റേഡിയലി ഇൻവേഴ്സ്. കറക്റ്റ് ആണ്. എങ്ങോട്ടാണ്? സെന്ററിലോട്ട് ആക്ട് ചെയ്യുന്നത്. എങ്ങനെയാണ്? റേഡിയലി, റേഡിയസിലൂടെ സെന്ററിലോട്ട്. അത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. ദ വെലോസിറ്റി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഹാസ് കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ്. കറക്റ്റ് ആണ്.
വെലോസിറ്റി മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്, ഡയറക്ഷൻ ആണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ്. നാലാമത്തത് ദ വെലോസിറ്റി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ഡയറക്റ്റഡ് റേഡിയലി ഇൻവേഴ്സ്. തെറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വെലോസിറ്റിയാണ് ആക്ട് ചെയ്യുന്നത്, ടാൻജൻഷ്യലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 2ഉം 3ഉം. അടുത്ത് അതേ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രോബ്ലം ആണ്. പ്രോബ്ലം എത്രയേ ഉള്ളൂ? എ പാർട്ടിക്കിൾ ഈസ് projected up into the air from the point with a speed of 20 meter per second. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട് 20 meter per second at an angle of projection 30 degree. നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റിയും ആംഗിളും ഉണ്ടെങ്കിൽ പ്രൊജക്ടൈൽ മോഷനിൽ എന്ത് വേണോ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് വേണ്ടത് എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റിയും ആംഗിളും. വാട്ട് ഈസ് ദ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ഇറ്റ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എന്താ കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം ഹൈറ്റ് ഉള്ള ഫോർമുല എന്താണ്? h is equal to u square sin square theta divided by 2g. എന്തൊക്കെയുണ്ട്? u തന്നിട്ടുണ്ട് 20 meter per second, തീറ്റ തന്നിട്ടുണ്ട് 30 ഡിഗ്രി, പിന്നെ g നമുക്കറിയാം 9.8. 10 എടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. 9.8 എടുക്കാൻ പറയുന്നില്ല, 10 എടുത്താലും പ്രശ്നമില്ല. അപ്പൊ നമ്മളെല്ലാം കാൽക്കുലേറ്ററിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏതെടുത്താലും വിഷയം വരുന്നില്ല. യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20ന്റെ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ എത്രയാണ്? 30. സൈൻ സ്ക്വയർ തീറ്റ എത്ര? 30. അടുത്ത് ഡിവൈഡ് ബൈ എത്ര? 2 ഇൻറ്റു 9.8 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 9.8. 20ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400. സൈൻ 30 എത്ര വരുന്നത്? 0.5 വരുന്നത്. 0.5. അപ്പൊ അതിന്റെ സ്ക്വയർ സൈൻ സ്ക്വയർ 30 എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്താണ്? സൈൻ 30 കാണുക, എന്നിട്ട് എന്റെ സ്ക്വയർ എടുക്കുക. അപ്പൊ 0.5ന്റെ സ്ക്വയർ 0.25 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 9.8 19.6. ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ എത്ര കിട്ടുന്നത്? കിട്ടുന്ന ആൻസർ 5.10 എന്ന് കിട്ടും. യൂണിറ്റ് എന്താ? മീറ്റർ. എന്തുകൊണ്ടാ? ഹൈറ്റ് ആയതുണ്ട്. മാക്സിമം ഹൈറ്റ് കണ്ടുപിടിച്ചു. അടുത്ത 2016 ഇന്റർവെല്ലിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ സ്കെയിലാർ ക്വാണ്ടിറ്റി ഫ്രം ദ ഫോളോയിങ് ഓൾട്ടർനേറ്റീവ്സ്. തന്നിട്ടുള്ളതിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ഏതാണ്? മൊമെന്റം പഠിച്ചുള്ള വെക്ടർ ക്വാണ്ടിറ്റിയാ, മാസിന്റെ വെലോസിറ്റിയാ. അതിന് വെലോസിറ്റി എന്താണ്? വെക്ടർ ആണ്. വർക്ക് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. കാരണം എന്താണ്? എഫ് ഡോട്ട് എസ് ആണ്. അതായത് രണ്ട് വെക്ടേഴ്സ് ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ കിട്ടുന്നത് എന്തായിരിക്കും? സ്കെയിലാർ ആയിരിക്കും. അതുകൊണ്ടാണ് ഡോട്ട് പ്രോഡക്റ്റിന്റെ മറ്റൊരു പേര് എന്താ? സ്കെയിലാർ പ്രോഡക്റ്റ്. മറന്നുപോലെ രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും? സ്കെയിലാർ ആയിരിക്കും. അപ്പം ഫോഴ്സിന്റെയും ഡിസ്പ്ലേസിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് ആണ് വർക്ക് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് വർക്ക് എന്താണ്? സ്കെയിലാർ ആണ്. ടോർക്ക് ഓൾറെഡി എന്താണ്? വെക്ടർ ആണ്. ആർ ക്രോസ് എഫ്. ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തേ കിട്ടും? വെക്ടറെ കിട്ടും. ആക്സിലേഷൻ അതും വെക്ടർ ആണ്. അപ്പൊ ആൻസർ എന്താണ്? വർക്ക്. എന്റെ ബി പാർട്ട് എന്താ? A man throws a stone up into the air at an angle theta with the horizontal. Draw the path of the projectile and mark the direction of velocity and acceleration at the highest point. നോക്കിയേ, നമ്മുടെ പ്രൊജക്റ്റിൽ വരയ്ക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ ഡയറക്ഷൻ ഒക്കെ മാർക്ക് ചെയ്യണം. സിമ്പിൾ ആണ്. പ്രൊജക്ട് എങ്ങനെ വരയ്ക്കുന്നത്? ഇതാണ് പ്രൊജക്റ്റൈൽ. ഈ ആംഗിൾ ആണ് എത്രയെന്ന് പറഞ്ഞാൽ? തീറ്റ എന്ന് പറഞ്ഞാൽ ഇത് ഇനിഷ്യൽ വെലോസിറ്റി വി. ഇവിടെ എത്ര? വി അല്ല, യു. ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? യു. ഇവിടെ എന്താ വരുന്നത്? യു കോസ് തീറ്റ. ഇവിടെ എന്താ? യു സൈൻ തീറ്റ. എത്ര എല്ലാവർക്കും അറിയാം. പക്ഷെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? നമുക്ക് എന്താ മാർക്ക് ചെയ്യേണ്ടത്? മാർക്ക് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആൻഡ് ആക്സിലേഷൻ അറ്റ് ദ ഹൈയസ്റ്റ് പോയിന്റ്. ഹൈയസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ്. ഈ പോയിന്റ് വെലോസിറ്റിയും ആക്സിലേഷൻ എന്ത് ചെയ്യണം? നമ്മൾ മാർക്ക് ചെയ്യണം. വെലോസിറ്റി എന്ന് പറഞ്ഞത് എങ്ങനെയായിരിക്കും? വി എക്സ് എന്താ? യു കോസ് തീറ്റ. കാരണം മറ്റു വെലോസിറ്റി ഇല്ല. അറ്റ് ദ ഹൈയസ്റ്റ് പോയിന്റ് എന്താ പ്രത്യേകത? വി ബൈ 0. അപ്പം എലോങ് വൈ ആക്സ് എന്തില്ല? വെലോസിറ്റി ഇല്ല. ആക്സിലേഷൻ എപ്പോഴും എങ്ങോട്ടായിരിക്കും? ടുവേർഡ്സ് എന്താണ്? താഴോട്ട്, ഡൗൺവേർഡ്സ്, ഇടത്തിലോട്ടാണ്. അപ്പൊ ഇത് ആക്സിലേഷൻ എങ്ങോട്ട്? അവിടെ നിന്ന് താഴോട്ട്. എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? -t എന്ന് പറഞ്ഞാൽ -t. അത്രേ ഉള്ളൂ. ആ വർഷത്തെ സി പാർട്ട് ആണ് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ സ്റ്റോൺ. അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കയറി നോക്കുക. മാക്സിമം ഹൈറ്റ് കാണണം. ഈ ഫോമിൽ എന്ത് ചെയ്യണം? ഡിറൈവ് ചെയ്യണം. അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോക്കുക. ലിങ്ക് എന്ത് ചെയ്യാം? ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യാം.